ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബെഡായി ബംഗ്ലാവിലെ ആര്യ, അതുപോലെ തന്നെ ബിഗ് ബോസ് കോൺട്രവേഴ്സി സ്റ്റാർ സിബിൻ, ദ ലേറ്റസ്റ്റ് സ്റ്റാർ സിബിൻ്റെ കാര്യം നമുക്കറിയാം. ബിഗ് ബോസിൽ കുറച്ച് നാൾ ഗസ്റ്റ് ആയിട്ട് വന്ന് പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുള്ളി അമ്മാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് അവിടുന്ന് പുറത്തായതിനു ശേഷം പുള്ളി വെറുതെ വിട്ടില്ല. വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങൾ പുള്ളി ഒരുപാട് പുറത്ത് പറഞ്ഞു. പല ബിഗ് ബോസ് കള്ളത്തരങ്ങളും കാര്യങ്ങളും പുറത്ത് റിവീലായി. അനുകൂലിച്ചും പ്രതികൂലിച്ചും സ്വാഭാവികമായിട്ട് ആളുകൾ സിബിൻ്റെ കൂടെയും അല്ലാതെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ വാർത്തകൾ, അതായത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യയുടെ ഒരു ഫാഷൻ ഡിസൈനിങ് ഒരു ബോട്ടിക് ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ സിബിൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത് CFO ആയിട്ട്, ആര്യയുടെ CFO ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് മുന്നോട്ട് പോയത്. പല വീഡിയോസും നമ്മൾ കണ്ടാണ് അവർ ഒരുമിച്ചുള്ളതും കാര്യങ്ങളും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആര്യയുടെയും സിബിൻ്റെയും ഫേസ്ബുക്കിലും അല്ലാതെയും ഇൻസ്റ്റയിലൊക്കെ ഒരു സർപ്രൈസ് ഒരു ഫോട്ടോ വന്നു, അവർ എൻഗേജ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അതുപോലെ തന്നെ സിബിൻ്റെ കേസ് നമുക്കറിയാം. സിബിനൊരു ആദ്യ കല്യാണം കഴിച്ചതാണ്, അത് സെപ്പറേറ്റഡ് ആയി, ഒരു മകനുണ്ട്. അതുപോലെ ആരെയും സെപ്പറേറ്റ് ആണ്, ഒരു മകളുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായ ലൈഫിലേക്കൊന്നും ഞാൻ പോകണില്ല. ഒരു ആണും ഒരു പെണ്ണും അവരവരുടെ ജീവിതം സന്തോഷകരമായിട്ട് ആരുടെ ഒപ്പം ജീവിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിബിൻ അവിടെ CFO ആയിട്ട് വർക്ക് ചെയ്യണം. അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അവർ ആദ്യമേ പറഞ്ഞായിരുന്നു. അത് അവർക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി. അവർ എൻഗേജ്ഡ് ആയി. അവർ എന്താ പറയുക, അവർ എൻഗേജ്ഡ് ആയിട്ട് അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതിൽ അവർ ഹാപ്പിയാണ്. അവർ രണ്ടുപേരും പറഞ്ഞു അവർക്ക് രണ്ടും മെയ്ഡ് ഫോർ ഈച്ച് അതർ. അവർ ഒരുമിച്ച് ഒരേ മൈൻഡാണ്. ആര്യയുടെ മെയിൽ വെർഷനാണ് സിബിൻ എന്നൊക്കെ പറഞ്ഞ് ആര്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ വളരെ നല്ല അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം അതവർ പോസ്റ്റ് ചെയ്തപ്പോൾ ആ പോസ്റ്റിനടിയിൽ വിഷമകരമെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റിനടിയിൽ വന്നിരിക്കുന്ന കമൻസ്, അത് നെഗറ്റീവ് കമൻസിൽ എനിക്ക് ഒരു മോസ്റ്റ് ഓഫ് ദ കമൻസ് എന്ന് പറയുന്നത്, അത് നെഗറ്റീവ് മോസ്റ്റ് ഓഫ് ദ കമൻസ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. വളരെ മോശമായിട്ട് അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ ആര്യയെ പറയാനായിട്ട് ഇനി അതിനകത്തൊന്നുമില്ല. അത് കണ്ടപ്പോൾ റിയലി ഐ എം ഷോക്ക്ഡ്. ബിക്കോസ് അവരുടെ പേഴ്സണൽ ലൈഫ് അവർ തീരുമാനിച്ച് അവർ സെലക്ട് ചെയ്ത പേഴ്സണൽ ലൈഫ്, നിങ്ങൾ എന്തിനാണ് അതിനകത്ത് അഭിപ്രായം? ഓക്കെ, ആര്യ അയാളെ സെലക്ട് ചെയ്ത് ആര്യയുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ, അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഓക്കെ, അവർ ജീവിക്കട്ടെന്നേ, അവർ ജീവിച്ച് അവർ നല്ല രീതിയിൽ പോട്ടെ. അവർ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളൊന്നും അല്ലല്ലോ. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കല്യാണം കഴിച്ചു, അവരതിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി, പുതിയ ഒരു പാർട്ട്ണറെ കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, ഒരുമിച്ച് പോകുന്നു. അല്ലാതെ അവർ മറ്റേ അവിഹിതത്വമൊന്നും അല്ലല്ലോ പോണത്. അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്താണ് ഞാൻ അവനെ കല്യാണം കഴിക്കാൻ പോകുന്നു, ഞങ്ങൾ എൻഗേജ്ഡ് ആയി എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര കുരു പൊട്ടാനിരിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഫ്രം മൈ പേഴ്സണൽ ഇൻട്രസ്റ്റ്, ആര്യ ആൻഡ് സിബിൻ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. You will get a beautiful and successful family life in your future. ഓക്കെ, എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരട്ടെ, നന്നായി വരട്ടെ. ഓക്കെ, ഈ പറയുന്ന നെഗറ്റീവ് കമൻസ് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു പൂ എടുത്ത് കളയുന്ന എല്ലാത്തരം എടുത്ത് കളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പം ഇവർക്കൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് ഏതാണെന്ന് നോക്കാം. സ്വന്തം ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെക്കാളും വലുതാണ് അവർക്കിതൊക്കെ. സോ നിങ്ങൾ അതിനെ ഡോണ്ട് കെയർ, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ആൻഡ് ഗോ ഹെഡ് വിത്ത് യു. ഓക്കെ, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ ഓൾ ദി ബെസ്റ്റ്.